സമുദായ കക്ഷികളുമായിട്ട് അടുത്ത് നിന്നാൽ അത് അവർ ചിത്രീകരിക്കപ്പെടുക വേറെ രീതിയിലാണെന്നൊരു ചിന്ത നമുക്കിടയിലുണ്ടായിരുന്നു. അത് CPM ആണത് കൊണ്ടുവന്നത്. പക്ഷേ അവർ അതിലേക്ക് മാറുകയും കോൺഗ്രസ്സുകാരെ ഇത് വെറുതെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ സമുദായത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്നൊരു തോന്നൽ വരികയും ചെയ്തൊരു കാലമാണിത്. അങ്ങനെ വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഏത് സമുദായവുമായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒട്ടി നിൽക്കണം ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ CPM കടന്നു കയറും. അതാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് നേതൃമാറ്റ സമയത്തെ കാര്യങ്ങളല്ലേ. UDF ജയിച്ച അധികാരത്തിൽ വന്നിട്ട് ഏത് കാലത്താണ് തർക്കം ഉണ്ടായിട്ടുള്ളത്? അതിനുശേഷമുള്ള നേതൃമാറ്റം പ്രതിച്ഛായ ചർച്ചയൊക്കെ വന്നപ്പോഴാണ് ഈ ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ പുത്തരിക്കണ്ടം മൈതാനത്ത് കരുണാകരൻ രാജി പ്രഖ്യാപിച്ചതൊക്കെ. ഉമ്മൻചാണ്ടി വന്നത് ആൻ്റണി രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടി വന്നു എന്നുള്ള ശരിയല്ലേ? ആൻ്റണി രാജിവെച്ചത് വിമാനത്താവളത്തിലല്ലേ പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ മറക്കാതെ ചുമ്മാ നമ്മൾ ഇതാണ് ചരിത്രം, കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള പറഞ്ഞു തെക്കരുത്. ഇപ്പം എന്താ പ്രശ്നം എന്താ അറിയോ അഭിലാഷേ? രമേശ് ചെന്നിത്തല അവിടെ പറയുമ്പോൾ നിങ്ങളുടെ കാര്യം ആലോചിക്കണം. ഏത് സമുദായ സംഘടന, ഞാനത് ആദ്യം പറഞ്ഞു വന്നത്, ഏത് സമുദായ സംഘടനകൾക്കും പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു പക്ഷേ അവർക്ക് അവരുടെ അവകാശമാണ് എന്ന രീതിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനോടുണ്ട്, UDF-നോടുണ്ട്. നേരെ മറിച്ച് അപ്പുറത്ത് പോവുകയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്താനാണ് കേരളത്തിലെ സമുദായ സംഘടനകൾ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ ഒരു സേ ഉണ്ട്. CPM-ൽ അത് ഉണ്ടാവില്ല. എന്റെ ചോദ്യം പക്ഷേ രമേശ് ചെന്നിത്തലയെ കുറിച്ചാണ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ നായർ കുപ്പായം എടുത്ത് വീണ്ടും ഇടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം മന്നം സമാധിയിൽ പോയതും ഈ പറഞ്ഞ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും മതേതരത്വത്തിന്റെ നിലവിളക്ക് എന്ന് വിശേഷിപ്പിച്ചതും ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്ത് അവിടുന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും, ഇനി ഇവിടുന്ന് കൃതജ്ഞത പറയാനാണ് പറയുന്നതെങ്കിൽ ഞാൻ അത് ചെയ്യാം, ഞാൻ ഈ മണ്ണിൽ വളർന്ന ആളാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ അങ്ങനെ ചുരുക്കേണ്ടതുണ്ട്. ഒരു സമുദായത്തിലേക്ക് ചുരുക്കപ്പെടേണ്ട ആളാണോ രമേശ് ചെന്നിത്തല എന്ന് അദ്ദേഹം കൂടി ആലോചിക്കണ്ടേ? ശരിക്കും അദ്ദേഹത്തിന് ഗുണമാണോ ആ ഇമേജ് കൊടുക്കുക? ഒരു സമുദായ സംഘടനയുടെ യോഗത്തിൽ ഒരു സമുദായ അംഗം ചെല്ലുമ്പോൾ തീർച്ചയായും ആ സമുദായത്തെ ബഹുമാനിച്ചേ സംസാരിക്കാവൂ. അത് ഞാൻ ഉദാഹരണം പറയാം. AK ആൻ്റണി ദൈവവിശ്വാസിയാണോ? അല്ലല്ലോ. അദ്ദേഹം ശങ്കരാചാര്യന്മാരെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ശങ്കരാചാര്യർ ഒരു പീഠത്തിലിരുന്നു, ആൻ്റണി നിലത്തായിരുന്നത്. അന്ന് നമ്മുടെ മന്ത്രിമാർ, അന്ന് CPM കളിയാക്കി ആൻ്റണിയെ. പക്ഷേ തിരിച്ച് LDF അധികാരത്തിൽ വന്നു. അപ്പം നമ്മുടെ 2 മന്ത്രിമാരെ തോമസ് ഐസക്കും G സുധാകരനും ആലപ്പുഴയിലെ ഈ പൂക്കളും പഴവുമായിട്ടാണ് സന്യാസിമാരെ സ്വീകരിക്കാൻ ചെന്നത് പരമ്പരാഗത രീതിയിൽ. അപ്പോൾ അവർക്കാവാം. അതാണ് ഞാൻ പറഞ്ഞത്. സമുദായ സംഘടനകളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സമുദായ സംഘടനകളുടെ വിളിക്കുന്ന സമ്മേളനത്തിൽ പോയിട്ട് അവിടെ എതിർപ്പ് പറയാനല്ല പോകേണ്ടത്. അവിടെ ആ നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നാട്ടിലെ എല്ലാ വിപ്ലവ കക്ഷികളാണെങ്കിലും ജനാധിപത്യ കക്ഷികളാണെങ്കിലും അവർ ജനിച്ച സമുദായത്തോടെ വിധേയത്വമോ അല്ലെങ്കിൽ സ്നേഹമോ കാണിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ വിരളമാണ്. അത് വളരെ വിരളമാണ്. നമ്പൂതിരി സമുദായത്തിൽ ജനിച്ച ഒരു നേതാവ് താൻ നമ്പൂതിരിയാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു.